ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി F രാജ മത്സരിക്കും. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമാണ് F രാജ. സർക്കിൾ സഹകരണ യൂണിയൻ ബോർഡ് മെമ്പർ കൂടിയായ F രാജ പള്ളിവാസൽ പാറച്ചെരിവ് സ്വദേശിയാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ F രാജയും UDF പ്രവർത്തകരും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആകാംക്ഷകൾക്കൊടുവിൽ ദേവികുളം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. LDFും UDFും മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നെങ്കിലും ദേവികുളത്താര് UDFിനെ പ്രതിനിധീകരിക്കുമെന്ന ആകാംക്ഷ നിലനിന്നിരുന്നു. ആകാംക്ഷകൾക്ക് വിരാമമിട്ട് F രാജയെ ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. നിലവിൽ LDFിന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാൻ പുതുമുഖ സ്ഥാനാർത്ഥിയെ UDF മത്സരരംഗത്തിറക്കിയേക്കുമെന്ന സൂചന മുമ്പേ ഉണ്ടായിരുന്നു. പള്ളിവാസൽ പാറച്ചെരിവ് സ്വദേശിയായ F രാജ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാണ്. മുൻ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗവും സർക്കിൾ സഹകരണ യൂണിയൻ ബോർഡ് അംഗവും കൂടിയാണ് F രാജ. കഴിഞ്ഞ 4 തവണയായി LDFിന്റെ കൈവശമാണ് ദേവികുളം നിയോജക മണ്ഡലം. മണ്ഡലം രൂപീകരണത്തിന് ശേഷം LDFും UDFും മാറി മാറി കൈവശം വെച്ച മണ്ഡലമാണ് ദേവികുളം. 1991 മുതൽ 2006 വരെ തുടർച്ചയായി 3 തവണ മണ്ഡലം UDFിനൊപ്പം ചേർന്ന് നിന്നു. 3 തവണയും കോൺഗ്രസിൽ നിന്നും മത്സരിച്ച AK മണിയിലൂടെയായിരുന്നു UDF മണ്ഡലം നിലനിർത്തിയത്. പിന്നീട് മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞു. ആഞ്ഞു ശ്രമിച്ചാൽ ഇത്തവണ മണ്ഡലം തിരികെ പിടിക്കാമെന്ന് UDF കണക്ക് കൂട്ടുന്നു. തോട്ടം ആദിവാസി മേഖലകളും കാർഷിക മേഖലയും ചേർന്ന മണ്ഡലമാണ് ദേവികുളം. തോട്ടം മേഖലയിലും കാർഷിക മേഖലയിലും ആളുകൾക്ക് മുഖപരിചയമുള്ള F രാജയെ കളത്തിലിറക്കുന്നതിലൂടെ MLA എന്ന നിലയിലുള്ള A രാജയുടെയും മുൻ MLA എന്ന നിലയിലുള്ള S രാജേന്ദ്രന്റെയും പ്രചാരണത്തെ മറികടക്കാമെന്ന് UDF നേതൃത്വം കണക്കുകൂട്ടുന്നു. പുതുമുഖ യുവ സ്ഥാനാർത്ഥി എന്ന നിലയിലും F രാജയ്ക്ക് വോട്ടർമാരെ സ്വാധീനിക്കാനാകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. CPFിനൊപ്പമായിരുന്ന S രാജേന്ദ്രൻ BJPയിൽ ചേർന്ന് LDF സ്ഥാനാർത്ഥിയായത് LDF വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടൽ UDFിനുണ്ട്. കഴിഞ്ഞ തവണ 7000-ലധികം വോട്ടുകൾക്കായിരുന്നു മണ്ഡലത്തിൽ LDF വിജയം കൈവരിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ F രാജ മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുംബൈയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ LDFും NDAയും പ്രചാരണത്തിൽ നേടിയ മേൽക്കൈ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ വരും ദിവസങ്ങളിൽ മറികടക്കാമെന്ന് UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും കണക്കുകൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.